സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് നടത്തി. പരിഗണിച്ച 32 പരാതികളിൽ 26 പരാതികൾ തീർപ്പാക്കി. കോഴിക്കോട് ലഹരി വിൽപ്പന കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പേരാമ്പ്ര BRCയിൽ യൂത്ത് ലീഗിന്റെ ഉപരോധം. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കലിൽ വാഹനാപകടം. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. വാഴക്കോട് ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് കാൽനടപ്പാതയിൽ ഇടിച്ചു കയറി. സ്കൂട്ടർ യാത്രികരായ യുവാവിനും അമ്മയ്ക്കും ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ TC ജലജമോൾ, KK ഷാജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ് നടത്തിയത്. കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 32 പരാതികൾ പരിഗണിച്ചു. 26 പരാതികൾ തീർപ്പാക്കി. 6 പരാതികൾ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. 6 വയസ്സുള്ള കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട സിറ്റിംഗിലെത്തിയ പരാതി പരിഹരിക്കുന്നതിനായി പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്ന് അത് നടപ്പിലാക്കുന്നതിന് DMOക്ക് നിർദ്ദേശം നൽകി. അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച കമ്മീഷന് ലഭിച്ച പരാതിയിൽ അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ അനുയോജ്യമായ സ്കൂളുകളിലേക്ക് പുനർവിന്യസിച്ച് അവരുടെ പഠനം സുരക്ഷിതമാക്കുന്നതിന് നിർദ്ദേശം നൽകി. സ്കൂൾ ബാഗിന്റെ ഭാരം സംബന്ധിച്ച പരാതി പൊതുവായ പ്രശ്നമായതിനാൽ ഇത് പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും പരിഗണനയിലാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കോഴിക്കോട് ലഹരി വിൽപ്പന കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവം. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര BRC ഉപരോധിച്ചു. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ കോന്നി താലൂക്ക് ആശുപത്രി, കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരങ്ങൾ. കോന്നിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്കും പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിലേക്കും പോവുകയായിരുന്ന ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. ഒരേ കമ്പനിയുടെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ സീറ്റുകളുടെ ഭാഗത്താണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് എന്നതുകൊണ്ടുതന്നെ ബസ് ഡ്രൈവർമാർക്കാണ് കൂടുതൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്ന നിലയിലാണ്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗത തടസ്സവും നേരിട്ടു. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ കോന്നി താലൂക്ക് ആശുപത്രി, കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരങ്ങൾ. കോന്നിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്കും പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിലേക്കും പോവുകയായിരുന്ന ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. ഒരേ കമ്പനിയുടെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ സീറ്റുകളുടെ ഭാഗത്താണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് എന്നതുകൊണ്ടുതന്നെ ബസ് ഡ്രൈവർമാർക്കാണ് കൂടുതൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്ന നിലയിലാണ്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗത തടസ്സവും നേരിട്ടു. തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ കാർഗിൽ വിജയ് ദിവസ് വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പുഷ്പാർച്ചനയും നടത്തി. തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ കാർഗിൽ വിജയ് ദിവസ് വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പുഷ്പാർച്ചനയും നടത്തി. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തും സൈന്യ മാതൃശക്തി തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ് കാർഗിൽ വിജയ് ദിവസ് ആചരണം നടത്തിയത്. ABPSSB തൃശൂർ ജില്ലാ പ്രസിഡന്റ് P. വിജയകുമാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സൈന്യ മാതൃശക്തി ജില്ലാ തൃശൂർ അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ കാർഗിൽ വിജയ് ദിവസ് വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പുഷ്പാർച്ചനയും നടത്തി. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തും സൈന്യ മാതൃശക്തി തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ് കാർഗിൽ വിജയ് ദിവസ് ആചരണം നടത്തിയത്. ഡോക്ടർ വിജയലക്ഷ്മി, രാജകുമാരി, ഷിജി KV, ഗിരിജ, മറ്റ് പൂർവ്വ സൈനികരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വാഴക്കോട് വളവിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് കാൽനടപ്പാതയിലേക്ക് ഇടിച്ചു കയറി. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പൈങ്കുളം സ്വദേശികളായ 21 വയസ്സുകാരൻ അഭിജിത്ത്, മാതാവ് 44 വയസ്സുള്ള രജിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേലക്കര ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടർ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാൽനടപ്പാതയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം
പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.